നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? ഇതെന്താ സംഭവം? ഇല്ലാത്ത കുട്ടിയുടെ ജാതകം തിരയുന്ന പോലെയാണ് തറാവിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും തറാവീഹ് നിസ്കാരം ഇല്ലേ? പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും തറാവീഹ് നിസ്കരിച്ചതായിട്ട് എനിക്കറിയില്ല. തറാവീഹ് എന്ന് പറയുന്ന ഒരു നിസ്കാരം ഉള്ളതായിട്ട് തന്നെ അറിയില്ല. ഈ പേരാരിട്ടു എന്നും അറിയില്ല. ഇല്ലാത്ത നിസ്കാരത്തിൻ്റെ ജാതകമാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തറാവീഹ് എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. ഈ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. അത് ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷഅബാനിൻ്റെ ഒരു അവസാന ദിവസം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഖുതുബ പറഞ്ഞു. എന്നിട്ട് അതിലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹദീസ് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഖിയാമ ലൈലിഹി തതവ്വഅ എന്നുള്ളൊരു ഭാഗമുണ്ട്. അതായത് ആ റമദാനിൽ ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരത്തെ ഷറആക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നപ്പോൾ സിയാമുഹു ഫരീദ, അന്ന് ആ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. റമദാനിൽ ഒരു പ്രത്യേകമായിക്കൊണ്ടൊരു നോമ്പാണല്ലോ. അതേമാതിരി തന്നെ എന്ത് ഖിയാമ ലൈലിഹി തതവ്വഅ, ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഈ സ്വഹാബത്തൊക്കെ അക്കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിച്ചിരുന്നു എന്നും ഇങ്ങനെ ഉള്ള ഒരു നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നിരുന്നു എന്നും പിന്നെ ജനങ്ങൾ അധികരിച്ചതായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ചങ്ങാണ്ട് നിസ്കരിച്ചു എന്നും പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. തെറാവീഹിന്റെ ഒരു മീനിങ്, അർത്ഥം എന്താണ്? തറാവീഹ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നാണ്. അതായത് തർവീഹത്ത് എന്നതിന്റെ ബഹുവചനമാണ് തറാവീഹ് എന്ന് പറയുന്നത്. എന്നപ്പോൾ പിന്നെ ഈ തർവീഹത്ത് എന്ന് പറഞ്ഞാൽ ജംഉ തർവീഹത്തിൻ, ഐ തർവീഹത്തുൽ ലിന്നഫ്സി ഐ ലിസ്തിറാഹ, ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് റാഹത്ത് എടുക്കുക, റെസ്റ്റ് എടുക്കുക. കാരണം ഇത് നീണ്ട നിസ്കാരമാണല്ലോ. 20 റക്അത്തുള്ള നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ഓലെന്താക്കും, ഓരോ 4 റക്അത്ത് കഴിയുന്ന സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കും. പിന്നെ തവാഫ് ചെയ്യും. തവാഫിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കും. ആ തവാഫിന്റെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വീണ്ടും നിസ്കാരത്തിന്റെ എണ്ണം കൂടിയും. ചില മദ്ഹബിൽ 36 റക്അത്ത് കാണാം, ചില സ്ഥലങ്ങളിൽ പിന്നെ 40 നിസ്കരിച്ചു എന്ന് കാണാം. ഈ 36 നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ 4 റക്അത്ത് നിസ്കരിച്ചു, അതായത് തർവീഹത്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് പിന്നെ തവാഫിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞ് പിന്നെയും 4 റക്അത്ത് നിസ്കരിച്ച് പിന്നെയും തറാവീഹ് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞ്. അല്ലെങ്കിൽ ചിലർ 40 ഉള്ള സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ അഞ്ചെണ്ണത്തിന്റെ 5 തർവീഹത്താണല്ലോ ഉണ്ടാവുക. 14-20 അല്ലേ? ഓക്കെ. അന്നപ്പോ ചില സ്ഥലത്ത് അവസാനത്ത് ഉണ്ടാവൂല. അങ്ങനെ ഒക്കെ ഉള്ളതാണ് ഈ 36-40 തമ്മിലുള്ള വ്യത്യാസം. അത് ഈ പറയുന്ന ഈ തർവീഹത്തിന്റെ എണ്ണം കൂടുന്നതിനെ തറാവീഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ ഈ റെസ്റ്റ് എടുക്കുക എന്നാണ്. അന്ന് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഇയാൾ പറയുന്ന അങ്ങനെ നിസ്കാരം ആരാ പേര് വെച്ചെന്ന് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് പണ്ട് മുതലേ ആൾക്കാർ നിസ്കരിച്ചു വരുന്ന നിസ്കാരം ആയതുകൊണ്ടാണല്ലോ അന്ന് മുതലേ ആൾക്കാർ പേര് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ആ പിന്നെ സംഭവത്തിൽ മൂപ്പര് എന്താകുന്നുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് 4ാമത്തെ ഖലീഫാണല്ലോ. എന്നപ്പോ ആ ചരിത്രത്തിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിനെ സംബന്ധിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് ഹദീസുൻ സമിയ മിന്നി എന്നാണ് ഒരു ഭാഗോർമുള്ളത്. അന്നപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഉദ്ധരണി അലി റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. നമ്മളിപ്പം പറഞ്ഞുകൊടുക്കുന്നത് തറാവീഹിനെ കുറിച്ചാണല്ലോ, തറാവീഹ് എന്നുള്ള പദത്തെ കുറിച്ചുകൊണ്ട്. അത് പറയുകയാണെങ്കിൽ പിന്നെ കിതാബിൽ ഇങ്ങനെ കാണാം, 20 റക്അത്തൻ ബി അശ്രി തസ്ലീമാത്തിൻ ഗൈറൽ വിത്രി വദാലിക 5 തർവീഹാത്തിൻ. നമ്മളെ മദ്ഹബിലുള്ള ഇതാണ് പറയുന്നത്. വത്തർവീഹത്തു 40 റക്അത്തിൻ ബി തസ്ലീമത്തൈനി. ഒരു തർവീഹത്ത് എന്ന് പറഞ്ഞാൽ 4 റക്അത്ത്. 5 തർവീഹാത്തിൻ വത്തർവീഹത്തു 40 റക്അത്തിൻ ബി തസ്ലീമത്തൈനി. 2 സലാം വീട്ടിങ് കഴിഞ്ഞിട്ടുള്ള 4 റക്അത്ത്. അന്നപ്പോൾ 4 റക്അത്ത് കിട്ടി. അന്നപ്പോൾ എത്ര തർവീഹത്ത് ഉണ്ടാവും? 5 എണ്ണം. വത്തറാവീഹു ജമ്മു തർവീഹത്തിൻ ഐ തർവീഹത്തുൻ ലിന്നഫ്സി ഐ ഇസ്തിറാഹ, റെസ്റ്റ് എടുക്കുക. മിനർ റാഹ, റാഹത്ത് എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. വഹിയ സവാലുൽ മശഖത്തി വത്തഅബി, കുറേ നിസ്കരിക്കുമ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഈ ഇതിന് പോകുന്നതിനാണ് ഇസ്തിറാഹ എന്നുള്ള പദം പറയുന്നത്. വത്തർവീഹത്തു ഫിൽ അസ്ലി ഇസ്മുൽ ലിൽ ജൽസത്തിൽ മുത്ലഖ. ഒരു സാമാന്യമായി തറാവീഹ് എന്നുള്ള പദം വരില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഇരുത്തത്തിന്, നമ്മളിപ്പോൾ പോയിങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിങ്ങാണ്ട് നോർമലി ഇരുത്തത്തിന് എന്താക്കാം, ഇസ്തിറാഹത്ത് എന്ന് പറയാം. വസുമ്മിയത്തുൽ ജൽസത്തുല്ലത്തി ബഅദ 40 റക്അത്തിൻ ഫി ലയാലി റമദാന ബി തർവീഹത്തി ലിൽ ഇസ്തിറാഹ. ഇസ്തിറാഹത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ 4 റക്അത്തും കഴിയുന്ന സമയത്ത് അവരെന്താവും, അവർ ഇരിക്കുന്ന വെച്ചാൽ ചിലവർ ഇരിക്കുന്നവരുണ്ടാവാം, ചിലവർ 4 റക്അത്ത് നിസ്കരിച്ച് പോണവരുണ്ടാവാം. 20 റക്അത്ത് സുന്നത്താണ്. അതിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നവർ സഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ട്. 4 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഓരോ 20 റക്അത്ത് തന്നെ നിസ്കരിച്ചാലേ തറാവീഹ്. തറാവീഹ് എന്ന് പറയുന്നതിന് പരിപൂർണത കിട്ടണമെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചാൽ 2 റക്അത്തിന്റെ കൂലി കിട്ടുമല്ലോ. അന്നപ്പോൾ പിന്നെ ഈ 4 റക്അത്ത് നിസ്കരിച്ച് 4 റക്അത്താണല്ലോ ഒരു തർവീഹത്ത്. ആ തർവീഹത്ത് കഴിഞ്ഞിട്ട് അവരെന്താകും, ഒരു ഇസ്തിറാഹത്ത് ഇരിക്കും. അങ്ങനെ വന്ന ഒരു പേരാണ് ഇത്
ഈ തർവീഹത്ത് എന്ന് പറയുന്നത്. തറാവിഹ് 20 8 എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് കുറെ ആൾക്കാർ 20 എന്ന് പറയുന്നു, കുറെ ആൾക്കാർ 8 എന്ന് പറയുന്നു. അതിലുള്ള ഒരു ഇതെന്താണ്? തറാവി ഏതായാലും 8 എന്നുള്ളത് തറാവീഹ് എന്ന് പറഞ്ഞ പദം കൊണ്ട് തന്നെ നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയും. കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ പറഞ്ഞല്ലോ, തർവീഹത്ത് എന്ന് പറഞ്ഞ ഒരു തർവീഹത്ത്, തർവീഹത്താനി തറാവീഹ്. ഇതാണ് തറാവീഹ് എന്ന് പറഞ്ഞാൽ തർവീഹത്തിന്റെ ബഹുവചനാണ്. ഒരു തർവീഹത്ത് എന്ന് പറഞ്ഞാൽ ഹംസു തർവീഹത്താണ് തറാവീഹ്. അതായത് 5 × 4. ഒരു തർവീഹത്ത് എത്രയാണ്? 4 റക്അത്ത്. 4 റക്അത്താണെങ്കിൽ തർവീഹത്തുൻ. 8 ആണെങ്കിൽ തർവീഹത്താനി. പിന്നെ തറാവീഹ് എന്ന് മിനിമം പറയണമെങ്കിൽ എത്ര എണ്ണം വേണം? 12 എണ്ണം വേണം. 3 എണ്ണം ഉണ്ടാകുമ്പോഴല്ലേ ജംആകുക. തറാവീഹ് എന്ന് പറഞ്ഞ പദം ബഹുവചനമാണ്. ആ ബഹുവചനമായ പദം വരണമെങ്കിൽ തന്നെ എന്ത് വരണം? മിനിമം 3 തർവീഹത്ത് എന്തെങ്കിലും വേണം. അത് മിനിമം 12 എന്തെങ്കിലും വേണമെന്നറിയാം. ഇവിടെ ഇപ്പോൾ 8 എന്ന് പറഞ്ഞു കേട്ടാണ് വരുന്നത്. അതൊന്നും ഒരിക്കലും എന്താവില്ല, ഈ പറയുന്ന പദം കൊണ്ട് തന്നെ റദ്ദ് ചെയ്യാൻ പറയും. ഈ മുജാഹിദുകൾ ഉപയോഗിക്കുന്ന പദം തറാവീഹ് തന്നെയല്ലേ, ജമാഅത്ത് ഉപയോഗിക്കുന്ന പദം തറാവീഹ് തന്നെയല്ലേ. ഈ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഈ തറാവീഹ് എന്നുള്ള ബഹുവചനം ഉപയോഗിക്കുന്നുണ്ട്. എന്നപ്പോൾ ഒരു തർവീഹത്ത് എന്ന് പറഞ്ഞാൽ 4 റക്അത്താണ്. 2 തസ്ലീമത്തും 2 സലാം വീട്ടലും കൊണ്ടുള്ള ഈ 2 റക്അത്തുകളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ 4 റക്അത്താണ് ഒരു തർവീഹത്ത് എന്ന് വന്നല്ലോ. അങ്ങനെ തർവീഹത്ത് എന്ന് പറഞ്ഞപ്പോൾ 2 തർവീഹത്താണെങ്കിൽ തറാവീഹ് എന്ന് പറയില്ല, തർവീഹത്താനി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ തറാവീഹ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായത് 2 കൂടുതലുണ്ട് എന്നുള്ളത്. മിനിമം 12 എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്താ പറ്റുള്ളൂ, തറാവീഹ് എന്ന് പറഞ്ഞ പദം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. 20 റക്അത്തിന്റെ തെളിവ് എന്താണ്? ഈ തറാവീഹിന്റെ മൊത്തം തെളിവ് എന്താണെന്ന് വെച്ചാൽ കിതാബുകളിലൊക്കെ പറയുന്നത് ഈ 20 റക്അത്താണ്. അതിന്റെ തെളിവ് എന്താ പറയുന്നത് വെച്ചാൽ അജ്മഉ അലൈഹി സഹാബത്ത് അതിന്റെ മേൽ ഏകോപിച്ചിട്ടുണ്ട്. ഇപ്പം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദാഹരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഹദീസും സമീമിൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇന്നിൽ നിന്ന് കേട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ഈ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇതൊരു ജമാഅത്താക്കി. അതുവരെ ജനങ്ങൾ എന്തായി, വീടുകളിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു നടപടിയായിരുന്നു തറാവീഹിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ജമാഅത്തായിട്ട് ക്രോഡീകരിച്ചു വെക്കുന്നത്. അന്നപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും പിന്നീട് 1-ാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും അത് ഓരോരുത്തരും സ്വന്തമായിട്ട് നിസ്കരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നത്. അന്നപ്പോൾ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ഇമാമിന്റെ കീഴിലായിട്ട് ഏകീകരിച്ച് ജമാഅത്തായി കൊണ്ടുവരുന്ന പ്രക്രിയ ആരംഭിച്ചാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അതാണ് നമ്മൾ ഇജ്മാ ഉണ്ട് എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ കേട്ടതാണല്ലോ, പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മയ്യശമിൻകും വൈദിക സൈർ ഇഖ്തിലാഫൻ കസീറ ഫലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇ റാഷിദീനിൽ മഹ്ദിയീൻ. ഈ 4 ഖലീഫമാരിൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചിരുന്നു. ബാക്കി ഉമർ റളിയല്ലാഹു തആല ആണ് ഇത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല ഇത് തുടർന്നു, അലി റളിയല്ലാഹു അൻഹു തുടർന്നു. എല്ലാവരും ഇത് അംഗീകരിച്ചു. ആ കാലഘട്ടത്തിലുള്ള ഒരു സഹാബത്തും ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഈ നടപടിയെ എതിർത്തിട്ടില്ല. അതാണ് അജ്മഉ അലൈഹി സ്വഹാബ എന്ന് പറഞ്ഞത്. ഇതിന്റെ പേരിൽ എന്തായിട്ടുണ്ട്, സ്വഹാബത്തിന്റെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് 20 റക്അത്തായിട്ട് ആ കാലഘട്ടം മുതൽ തന്നെ നടന്നു വരുന്നതുമാണ്. അന്ന് തന്നെ തറാവീഹ് എന്നുള്ള പദവും എന്താണെന്നുണ്ട്, രൂപപ്പെട്ട് വരുന്നുണ്ട്.